പനിയൊന്ന് കുറഞ്ഞു, അവിടുത്തെ രോഗമൊന്ന് കുറഞ്ഞു. റസൂലുള്ളാഹി തങ്ങള് അലി റളിയല്ലാഹു തആല രണ്ട് സ്വഹാബികളുടെ കഴുത്തിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് നടക്കാൻ കഴിയാതെ കാലിങ്ങനെ തറയിലൂടെ വലിച്ചാട് ഇഴഞ്ഞിഴഞ്ഞാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി തങ്ങള് മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ പടിയിലിരുന്നു. പ്രവാചകന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ പടിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഹ്റാബിൽ കയറി ഇരുന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഞാൻ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലണമെങ്കിൽ തല്ലി തീർക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ, ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാനോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖത്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി. വല്ലാതെ രോഗം വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം ഇങ്ങനെ കൂടുകയാ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത്. മക്കളെ വിളിച്ച് ഉപദേശം കൊടുത്തു.